വെൽക്കം ടു മൈ ചാനൽ ആൽക്കിറ്റൂസ്. നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ എത്തിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പീരിയോഡിക് ടേബിൾ. അതുപോലെ തന്നെ +1 തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. അപ്പോൾ ആ ചാപ്റ്ററിൽ പീരിയോഡിക് ട്രെൻഡ്സ് ആണ് ഒരുപാട് പഠിക്കാനുള്ളത്. മെയിൻലി കൂടുതൽ വേറെ ടോപ്പിക്സ് ഉണ്ട്, എന്നാലും മെയിൻലി കൂടുതൽ പഠിക്കാനുള്ളത് പീരിയോഡിക് ട്രെൻഡ്സ് ആണ്. പീരിയോഡിക് ട്രെൻഡ്സ് ആയിട്ടുള്ള ആറ്റോമിക് റേഡിയ, അയോണിക് റേഡിയ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അയണൈസേഷൻ എൻതാൽപ്പി, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം ഇതെല്ലാം എന്താണ്, ഓരോന്ന് പോലെയാണ്. അപ്പം എന്താണ്, ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ചിലർക്കെങ്കിലും തോന്നാറുണ്ട്. അപ്പം ആ ഒരു കൺഫ്യൂഷൻ മാറ്റി നിങ്ങളിലേക്ക് കുഞ്ഞു ട്രിക്കുകളോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺസെപ്റ്റും പറഞ്ഞു തന്ന് നിങ്ങളിലേക്ക് എന്താണ് ആ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുക, ഈസി ആക്കി തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഇപ്പം ഓരോ ട്രെൻഡ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ലോങ് വീഡിയോ ആയാൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പം ഓരോ ട്രെൻഡ്സും നമുക്ക് ഓരോ വീഡിയോയിലോട്ട് പഠിക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ പാർട്ടായിട്ടുള്ളത് നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അറ്റോമിക് റേഡിയസ് ആണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം അറ്റോമിക് റേഡിയസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത്, അവരുടെ എന്തൊക്കെ വേരിയേഷൻസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്ക് അറ്റോമിക് റേഡിയ എങ്ങനെയാണെന്ന് പഠിച്ചാലോ. അപ്പോൾ അറ്റോമിക് റേഡിയ വേറെ ഒന്നുമില്ല, നമ്മൾ ഒരു സിമ്പിൾ ട്രിക്കാണ്. അത് നിങ്ങൾക്ക് യൂസ് ആവുമെങ്കിൽ ട്രിക്ക് വെച്ച് പഠിക്കുക, ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൺസെപ്റ്റ് പഠിക്കുക. അപ്പം ഞാൻ യൂസ് ചെയ്ത് പഠിച്ച ഒരു ട്രിക്കാണ്, വേറെ ഒന്നുമില്ല, ഡൗൺ ബിഗ് റൈറ്റ് ടൈറ്റ്. അപ്പം നിങ്ങൾ ആലോചിക്കും, ഈ ഡൗൺ ബിഗും റൈറ്റ് ടൈറ്റുമായിട്ട് കെമിസ്ട്രി ആയിട്ട് എന്തോന്ന് ലിങ്കാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വേർഡ് ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഈ ഡൗൺ ബിഗ് ഓർക്കാൻ പറ്റിയില്ലെങ്കിലും റൈറ്റ് ടൈറ്റ് ഓർക്കുക. മാറ്റി ഇവിടെ ചീട്ട് കൊടുത്താൽ അത് റൈറ്റ് ടൈറ്റ് ആയില്ലേ. ഓക്കെ, അപ്പം ഡൗൺ ബിഗ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഇത് നിങ്ങൾക്ക് കെമിസ്ട്രിയായിട്ട് എന്ത് ബന്ധമെന്നൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ ഞാൻ ഇതിന്റെ കൺസെപ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ലിങ്ക് ആവും. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ അറ്റോമിക് റേഡിയ ആണ് പഠിക്കുന്നത്. അറ്റോമിക് റേഡിയയിൽ നമ്മൾ നോർമലി പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീരീഡ് വൈസ് ആണ് നോക്കുന്നത്. അതായത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യും. എന്നാൽ ഫ്രം ടോപ്പ് ടു ബോട്ടം, അതായത് നമ്മൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറഞ്ഞാൽ പീരീഡ് വൈസ് ആണ്. ഇനി ടോപ്പ് ടു ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് വൈസ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് വൈസ് വരുമ്പോൾ എന്ത് സംഭവിക്കും, അറ്റോമിക് റേഡിയ ഇൻക്രീസ് ചെയ്യും. ഇനി ഇത് എന്തുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കോ, എന്തുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ എന്താണ് വ്യത്യാസം, ഇവിടെ ഓരോ ഷെല്ല് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിനാണ് ഞാൻ കോൺഫിഗറേഷൻ എഴുതിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് ഇവിടെ 2s ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ആവുന്നത്, ഇവിടെ എന്താണ് 3s, അതുപോലെ ഇവിടെ 4s 5s അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ നമ്പർ ഓഫ് ഷെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യൂലേ. എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ ഇവിടെ ഒരു ഷെല്ലേ ഉള്ളൂ എന്ന് വെച്ചോ, ഇവിടെ ഇപ്പൊ 2s ആണെന്ന് വെച്ചോ. ഇനി അടുത്ത എങ്ങനെയാണ്, വീണ്ടും ഒരു 3s കൂടെ വരുമ്പോൾ കണ്ടോ, അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്തില്ലേ. അപ്പം നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആര് ഇൻക്രീസ് ചെയ്യും, അറ്റോമിക് റേഡിയ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ എന്ത് പറയുന്നത്, അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ കാരണം മനസ്സിലാക്കിക്കോ, നമ്പർ ഓഫ് ഷെൽസ് ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റോമിക് റേഡിയസും ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. താഴോട്ട് വരുന്നതോറും, അതായത് മേളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നിങ്ങൾ പീരീഡ് വൈസ് നോക്കുക. പീരീഡ് വൈസ് നിങ്ങൾ ജസ്റ്റ് ഓർക്കേണ്ട എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയും കോൺഫിഗറേഷൻ എഴുതിയിട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഇവിടെ ഓരോരോ എന്താണ് ഷെൽസ് ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, ലാസ്റ്റ് വാലൻസ് ഇലക്ട്രോൺസ് എങ്ങനെയാ ഫില്ലാകുന്നത്, എല്ലാം 2p-യിലാണ്. ഇവിടെ അങ്ങനെയാണോ, അല്ല, 2s 3s 4s എന്ന് പോകുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം 2p-യിലാണ് ഫില്ല് ചെയ്യുന്നത്. അതായത് സെയിം ഷെല്ലിലാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ഫില്ലാകുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുന്നുണ്ട്, പക്ഷെ എല്ലാം എന്താണ്, ഒരേ ഷെല്ലിലാണ്. അപ്പോൾ ഒരേ ഷെല്ലിൽ ഇലക്ട്രോൺസ് കൂടുമ്പോൾ അവിടെ ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, ഇല്ല, സെയിം ഷെല്ലിലാണ്. അപ്പം അവിടെ ഷെൽ നമ്പർ കൂടുന്നില്ല.
പക്ഷേ ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും അല്ലേ. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുമ്പോൾ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഇരിക്കുന്ന ഇലക്ട്രോൺസും നടുക്കിരിക്കുന്ന ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തുണ്ടാവും, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് മാക്സിമം അടുത്തോട്ട് വലിക്കത്തില്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ സൈസ് എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെ കണ്ട ഒരേ സെയിം ഷെല്ലിലാണെങ്കിൽ പോലും എന്താണ്, ഇവിടെ ഇലക്ട്രോൺസ് ഫില്ലിങ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, ന്യൂക്ലിയസ് വലിച്ചങ്ങ് പിടിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, സൈസ് കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, ഇവിടെ ഷെല്ലിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഷെല്ലിന് ഒരു മാറ്റവും ഇല്ല, സെയിം ഷെല്ലിലാണ്. പക്ഷെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഫില്ലായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ഇലക്ട്രോൺസ് എന്താണ്, സെയിം ഷെല്ലിലാണ് ഫില്ലാവുന്നത്. അതുകൊണ്ട് അവിടെ എന്താണ്, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ അട്രാക്ഷൻ കാരണം എന്ത് ചെയ്യുന്ന, സൈസ് കുറഞ്ഞു വരുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിക്കോ. അപ്പോൾ നമുക്കറിയാം ഇത് ഏത് രീതിയിലാണ് നമ്മൾ പറഞ്ഞത്, പീരീഡ് വൈസ് ആണ് അല്ലേ. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ എന്ന് പറയുന്നത് പീരീഡ് വൈസ് ആണ്. അതായത് സെക്കൻഡ് പീരീഡിലുള്ളവരെയാണ് ഞാൻ എഴുതി വെക്കുന്നത്. അപ്പോൾ പീരീഡ് വൈസ് എല്ലാം ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പറയാം അറ്റോമിക് റേഡിയസ് എങ്ങനെയാണ്, ഡൗൺ ദ ഗ്രൂപ്പ്, അതായത് അറ്റോമിക് റേഡിയസ് എങ്ങനെയാണ്, ഡൗൺ ദ ഗ്രൂപ്പ് എന്താണ്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അക്രോസ് ദ പീരീഡ് ആണെങ്കിൽ എന്താണ്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ട്രിക്ക് നോക്കിയാലോ എങ്ങനെയെന്ന്. ട്രിക്ക് നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. റൈറ്റ് ടൈറ്റ് എന്ന് പറഞ്ഞില്ലേ, ഇത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റിയില്ലെങ്കിലും ഇത് നിങ്ങൾ ഓർക്കുക. റൈറ്റ് ടൈറ്റ് എന്ന് വെച്ചാൽ ടൈറ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറുകി ചെറുതായിരിക്കുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ റൈറ്റ് ടൈറ്റ് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റിലോട്ട് പോകുമ്പോൾ ടൈറ്റ് ആയിട്ടിരിക്കുന്നു. അതായത് എന്താണ്, സ്മോൾ ആയിക്കൊണ്ടിരിക്കും, റേഡിയസ് ചെറുതായിക്കൊണ്ടിരിക്കും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം മനസ്സിലാക്കാം. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്താണ്, ഡൗൺ ബിഗ്, അതായത് മേലിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ, ഫ്രം ടോപ്പ് ടു ബോട്ടം. ഓക്കെ, ബോട്ടമിലോട്ട് പോകുമ്പോൾ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ബിഗ് ആവുന്നുണ്ട്, അതായത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ. റൈറ്റ് ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് പീരീഡ് വൈസ് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, കുഞ്ഞാകുന്നുണ്ട്. അതുപോലെ ഗ്രൂപ്പ് വൈസ് ഫ്രം ടോപ്പ് ടു ബോട്ടം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡൗൺ ബിഗ്, ഫ്രം ടോപ്പ് ടു ബോട്ടം പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നുണ്ട്, വലുതായി വലുതായി വരുന്നു. അപ്പോൾ കാരണം മനസ്സിലായല്ലോ. ഇവിടെ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ എങ്ങനെയാണ്, നമ്പർ ഓഫ് ഷെൽസിന് മാറ്റമൊന്നുമില്ല, സെയിം ഷെല്ലിലാണ്, പക്ഷെ അവിടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, സൈസ് ചെറുതായി വരുന്നു. മനസ്സിലായോ. അപ്പം ഇത്രയേ ഉള്ളൂ അറ്റോമിക് റേഡിയസ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ, അതായത് നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് ഞാൻ വീഡിയോ അറിയും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഓരോ ട്രെൻഡ്സ് ആയിട്ട് നമുക്ക് ഓരോ വീഡിയോയിൽ പഠിച്ചു പോകാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ എന്ത് ചെയ്യാം, റിപ്ലൈ അപ്പോൾ ഉള്ളത് തന്നേക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് പാർട്ട് വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ആക്കി വെക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്കും കമൻറ്റും കൂടെ ചെയ്തേക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഇത് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.